കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്ക് സ്വർണം നൽകിയ സിനിമാ പ്രവർത്തകർ വിജിലൻസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഷാജി കൈലാസ്, സുരേഷ് കുമാർ, രഞ്ജി പണിക്കർ എന്നിവർ ആണ് ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത് എന്നാണ് വിവരം. മോഹൻലാലും സുരേഷ് ഗോപിയും മൊഴി നൽകാൻ തയ്യാറാണ് എന്നും അറിയിച്ചിട്ടുണ്ട്. കൊടിമര പ്രതിഷ്ഠയ്ക്ക് സ്വർണം സംഭാവന നൽകിയവരെ കണ്ടെത്താൻ വിജിലൻസ് മാധ്യമങ്ങളിൽ ഒരുപക്ഷെ പരസ്യം നൽകിയേക്കും. ആർ അനന്തകൃഷ്ണനാണ് ഈ വാർത്തയുടെ വിവരങ്ങളും നൽകുന്നത്. അനന്തൻ, അങ്ങനെ കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പോകുന്നുണ്ട്. നമ്മൾ അന്ന് തന്നെ പറഞ്ഞതാണ്, ചില സിനിമാ മേഖലയിലെ ആൾക്കാരുടെ മൊഴിയൊക്കെ എടുക്കുന്നതായിരിക്കും. ആരെല്ലാം മൊഴി നൽകിയിട്ടുണ്ട്, കൂടുതൽ പേർ മുന്നിലേക്ക് വരും എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ബാക്കി നടപടികൾ ഇനി എങ്ങനെയായിരിക്കും? ഈ മൊഴിയെടുപ്പ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? പൂജ, ശബരിമലയിലെ സ്വർണ്ണ കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണത്തിന് ഹൈക്കോടതിയാണ് നിർദ്ദേശം നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസിന്റെ പ്രത്യേക സംഘമാണ് പ്രാഥമിക അന്വേഷണം നടത്തുന്നത്. നിലവിൽ ദേവസ്വം വിജിലൻസ് നടത്തിയ പരിശോധനയിൽ കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് 27 പേർ നൽകിയ, അതായത് സിനിമാ പ്രവർത്തകരടക്കം പ്രമുഖരായിട്ടുള്ള 27 പേർ സംഭാവന നൽകിയ സ്വർണത്തിന്റെ കണക്ക് ദേവസ്വം ബോർഡിന്റെ പക്കലില്ല. അതിനൊപ്പം തന്നെ അന്ന് ഇവരുടെ പക്കൽ നിന്ന് സ്വർണം ഏറ്റുവാങ്ങിയത് അഭിഭാഷക കമ്മീഷണറായിരുന്നു. അത് ദേവസ്വം കമ്മീഷണർക്ക് കൈമാറിയെങ്കിലും ഒരു റെക്കോർഡിലും ഇവരെ എത്ര സ്വർണം സമർപ്പിച്ചു എന്നുള്ള സാധനം അല്ലെങ്കിൽ ആ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് സംബന്ധിച്ച് കണ്ടെത്തൽ നടത്താനാണ് ഈ സ്റ്റേറ്റ് വിജിലൻസ് ഇപ്പോൾ ഈ മൊഴിയെടുപ്പ് ആരംഭിച്ചിരിക്കുന്നത്. ആ 27 പേര് ആരൊക്കെയാണ് എന്നുള്ള പട്ടിക ദേവസ്വം ബോർഡിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതിൽ മോഹൻലാലും സുരേഷ് ഗോപി അടക്കമുള്ള സിനിമാ പ്രവർത്തകരുണ്ട്. അതിൽ ചിലരുടെ, ഷാജി കൈലാസ്, സുരേഷ് കുമാർ, രഞ്ജി പണിക്കർ എന്നിവരുടെ മൊഴിയാണ് എടുത്തത്. അവർ എത്ര സ്വർണ്ണമാണ് നൽകിയതെന്ന മൊഴി നൽകിയിട്ടുണ്ട്. മാത്രമല്ല, അവർ നൽകിയിരിക്കുന്ന മൊഴിയിൽ പറയുന്നത് നാണയങ്ങളായിട്ടാണ് ഈ സ്വർണം അന്ന് കൈമാറിയത്, ഈ കൊടിമരത്തിന് വേണ്ടിയുള്ള ആവശ്യത്തിന് കൈമാറിയത് എന്നുള്ളതാണ്. ഇനി സുരേഷ് ഗോപിയുടെയും മോഹൻലാലിന്റെയും അടക്കം മറ്റുള്ളവരുടെ മൊഴി കൂടി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അവരെ കാര്യം അറിയിച്ചിട്ടുണ്ട്. അവർ മൊഴി നൽകാൻ തയ്യാറാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ ഒരുപാട് ഭക്തജനങ്ങൾ അവിടെ സ്വർണം സമർപ്പിച്ചിട്ടുണ്ട്. അതിനും കണക്കില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ തേടാൻ വേണ്ടി പത്രപരസ്യം നൽകാൻ, അതായത് ഇങ്ങനെ ശബരിമലയിലെ കൊടിമര പ്രതിഷ്ഠയ്ക്ക് സ്വർണം നൽകിയവരുണ്ടെങ്കിൽ അവർക്ക് വന്ന് മൊഴി നൽകാം എന്നുള്ളൊരു പരസ്യം നൽകും. അങ്ങനെ എത്ര പേര് സ്വർണം നൽകി, അവരെത്ര സ്വർണ്ണമാണ് നൽകിയതെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമം കൂടി സ്റ്റേറ്റ് വിജിലൻസ് നടത്തുന്നുണ്ട്. ഏതായാലും വിജിലൻസിന്റെ പ്രത്യേക സംഘം അന്വേഷണം തുടരുകയാണ്. 30 ദിവസത്തിനുള്ളിൽ ഇത് സംബന്ധിച്ച് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ ക്രമക്കേട് കണ്ടെത്തി കഴിഞ്ഞാൽ കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകും. പൂജ. ശരി, ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.